കഴിഞ്ഞ ദിവസങ്ങളിൽ മല കയറി എത്തിയ ഭക്തർ അവരൊന്നും മല ഇറങ്ങിയിട്ടില്ല. 2 ലക്ഷത്തോളം ഭക്തരാണ് ഇതിനകം തന്നെ സന്നിധാനത്ത് ഒപ്പം പല വ്യൂ പോയിന്റുകളിലായി നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു അനൌദ്യോഗികമായുള്ള കണക്ക് വരുന്നത്. വീണ്ടും പ്രവീൺ പുരുഷോത്തമനിലേക്കും അർജുൻ മട്ടന്നൂരിലേക്ക് നമുക്ക് സന്നിധാനത്തേക്ക് പോകാം. കഴിഞ്ഞ ദിവസം മല കയറിയവരിൽ പലരും മല ഇറങ്ങിയിട്ടില്ല. അവിടെ തന്നെ മകരജ്യോതി കണ്ടിട്ടേ മല ഇറങ്ങൂ എന്നുള്ള ഒരു ആഗ്രഹം, അതൊരു തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ആളുകൾക്കിടയിലാണോ ഇപ്പോൾ പ്രവീൺ? ശരണമേളത്തോടണയുന്നു. സുജയ, ഇപ്പോൾ ഈ തിരുവാഭരണ ഘോഷയാത്ര ശബരിപീഠം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത എന്നുള്ളത്. സുജയ ചോദിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പർണശാലയൊക്കെ കെട്ടി തീർത്ഥാടകർ ഇവിടെ തങ്ങുകയാണ്. അതിന് മുൻകാലങ്ങളിലൊക്കെ ഈ പർണശാലയിൽ തീർത്ഥാടകർ തങ്ങുമ്പോൾ അവർ പർണശാലകളിൽ തന്നെ ആഹാരം പാചകം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ചെറിയ ഗ്യാസ് സിലിണ്ടറൊക്കെ കൊണ്ടുവന്ന് അവിടെ തന്നെ പാചകം ചെയ്ത് അവർ ഭക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഏതായാലും അങ്ങനെ പാചകം ചെയ്യരുതെന്ന് ഒരു കർശന നിർദ്ദേശം ദേവസ്വം ബോർഡും പോലീസും നൽകിയിട്ടുണ്ട്. കാരണം തീപിടുത്തം, ഒപ്പം തന്നെ മറ്റ് അത്യാഹിതങ്ങൾ എന്നിവ ഒഴിവാക്കാൻ പർണശാലകളിൽ ഒരു കാരണവശാലും പാചകം ചെയ്യരുതെന്നുള്ള നിർദ്ദേശം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. പക്ഷേ ഭക്ഷണം അവർക്ക് എത്തിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡ് ഏറ്റിട്ടുണ്ട്. അവർക്ക് അന്നദാനം എല്ലാ ഭക്തരും, എത്ര ഭക്തർ ഇവിടെ പർണശാലകളിൽ തങ്ങിയാലും അവർക്ക് 3 നേരവും കൃത്യമായി ആഹാരവും ഒപ്പം തന്നെ വെള്ളവും എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാചകം അവർക്ക് ചെയ്യാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ പോലും തീർത്ഥാടകരെ സംബന്ധിച്ച് അവർ പർണശാലകളിൽ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു മുഹൂർത്തം മകരജ്യോതി ദർശനത്തിനായി ഭക്തലക്ഷങ്ങൾ തന്നെ പർണശാലയൊക്കെ കെട്ടി കിടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സന്നിധാനത്ത് ഇപ്പോൾ ഈ തിരുവാഭരണത്തെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് സുരക്ഷയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിരന്തരമായി ഇവിടെ നിന്നിട്ടുണ്ട്, അവരുടെ ഡ്യൂട്ടി ആരംഭിച്ചിട്ടുണ്ട്. ഈ വഴിയിൽ കൂടിയായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോവുക. ഇപ്പോൾ നമുക്ക് ഫ്ലൈ ഓവറിലൊക്കെ ധാരാളം ഭക്തജനങ്ങളെ കാണാൻ സാധിക്കും. അവരെല്ലാം വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 6:30 തന്നെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം മഹാദീപാരാധനയായിരിക്കും തിരുവാഭരണം ചാർത്തി നടക്കുക. ശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ഒപ്പം തന്നെ മകര നക്ഷത്രവും തെളിയുക. നമുക്ക് പൊന്നമ്പലമേട്ടിൻ്റെ വിദൂരമായിട്ടുള്ള ഒരു ദൃശ്യം കൂടി നമ്മൾ പല ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് സന്നിധാനത്ത് നിന്നുള്ള 2 സ്ഥലങ്ങളിൽ നിന്നുള്ള, സന്നിധാനത്ത് തന്നെ വിവിധ ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടറിന്റെ വിപുലമായ ഒരു ക്യാമറ ടീം, ഏറ്റവും ബെസ്റ്റ് ടീമിനെയാണ് നമ്മൾ സന്നിധാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അതിന്റെ പരിപാവനത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള ക്യാമറ ചലനങ്ങളുമായി അവരുണ്ടാകും.